ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എയർഫോഴ്സ് വൈക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഫുൾ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ ബയോളജിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കുറച്ച് എക്സ്പ്ലനേഷനോട് ആഡ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പവർ? അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതിൽ നിന്നാണ്? ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അന്നേരം നോക്കിയേ, ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുക? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. നമുക്ക് എന്ത് മെഷർമെൻറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എന്ത് അളവുകൾ എടുക്കണമെങ്കിലും ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. അളവുകൾ അല്ലേ, നമുക്കറിയാം ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് അളവുകൾ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അല്ലേ, യാത്ര ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ മെഷർമെൻറ്റ് സാധനങ്ങൾ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് യൂണിറ്റ് വേണം അല്ലെങ്കിൽ മെഷർമെൻറ്റ് വേണം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ഐറ്റങ്ങൾ വാങ്ങിയുള്ളൂ അല്ലേ. അന്നേരം നോക്കി, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഏത് നമ്മൾ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ആണ്. അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുക? SI യൂണിറ്റ് ഓഫ് പവർ അല്ലേ. പവറിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു. നമുക്കറിയാം യൂണിറ്റുകൾ പലതരത്തിലുണ്ട്. പല രാജ്യക്കാർ പല രീതിയിൽ എന്ത് ചെയ്തു? യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് എന്ത് കൊണ്ടുവന്നത്? SI യൂണിറ്റ്. എന്താണ് SI യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പവറിന് ഒരു യൂണിറ്റ് മാത്രമായിരിക്കും കാണുക അല്ലേ. SI യൂണിറ്റ് ഒന്ന് മാത്രമായിരിക്കും കാണപ്പെടുന്നത്. അന്നേരം നോക്കി, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പവർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ SI യൂണിറ്റ് ഓഫ് പവർ അല്ലെ, പവറിൻ്റെ SI യൂണിറ്റ് താഴെ തന്നിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി. ഓപ്ഷൻസ് നോക്കാം. ജൂള്, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി ന്യൂട്ടൺ, ദെൻ ഓപ്ഷൻ ഡി പാസ്കൽ. 4 യൂണിറ്റുകളാണ്. ഏതിൻ്റെയൊക്കെ യൂണിറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. പവറിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ബി വാട്ട് ആണ് പവറിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അങ്ങനെ നോക്കിയേ, ജൂള് എനർജിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? ജൂൾ എന്നറിയപ്പെടുന്നത് അല്ലേ. എനർജിയുടെ യൂണിറ്റ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? ജൂൾ എന്നറിയപ്പെടുന്നത്. ന്യൂട്ടൺ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന ഏത് യൂണിറ്റിലാണെന്ന് ചോദിച്ചാൽ ന്യൂട്ടണിലാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുക. പാസ്കൽ എന്തിൻ്റെയാണ്? പ്രഷറിൻ്റെയാണ് അല്ലേ. പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്നറിയപ്പെടുന്നത് അല്ലേ. ന്യൂട്ടൺ എന്ന് പറയുന്ന ഒന്നിൻ്റെയും കൂടെ മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന SI യൂണിറ്റ് ആയിട്ട് ഏതിൻ്റെയാണ്? വെയ്റ്റിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ kgയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മെഷർമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. പക്ഷേ വെയിറ്റ് എപ്പോഴും മെഷർമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അന്നേരം ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. അന്നേരം വെയിറ്റിൻ്റെയും അതുപോലെ തന്നെ ഫോഴ്സിൻ്റെയും SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതേണ്ടത്? രണ്ടിൻ്റെ ആൻസർ ഫോഴ്സ് ആണ്. സോറി, ന്യൂട്ടൺ ആണ് കേട്ടോ. രണ്ടിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ക്ലിയർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കറണ്ട് മെഷർമെൻറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഓരോരോ യൂണിറ്റുകൾ മെഷർമെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏത് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസ് ചെയ്യുന്നത് അല്ലെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർമെൻറ്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റ് വെച്ചിട്ടാണ്? ഓപ്ഷൻ നോക്കിയേ, അമ്മീറ്റർ, ഓപ്ഷൻ ബി ബാരോമീറ്റർ, ഓപ്ഷൻ സി ലാക്ടോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി തെർമോമീറ്റർ അല്ലേ. നമുക്കറിയാം ഇതെല്ലാം നമ്മൾ എന്തിനാണ്? മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബാരോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അമ്മീറ്റർ ആണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനകത്ത് എത്രത്തോളം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു അതാണ് നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. ലാക്ടോമീറ്റർ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? പാലിൻ്റെ അല്ലെ മിൽക്കിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. മിൽക്കിൻ്റെ
പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക, ലാക്ടോമീറ്റർ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ഏതാണ്, തെർമോമീറ്റർ. എന്താണ് തെർമോമീറ്റർ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ് നോർമലായിട്ട് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, തെർമോമീറ്റർ ആണ് കേട്ടോ. 37 ഡിഗ്രിയാണ് നമ്മൾ ബോഡി ടെമ്പറേച്ചർ നോർമലായിട്ടുള്ളത്. ഇത് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്, തെർമോമീറ്റർ ആണ്. ക്ലിയർ ആണോ? എന്നിട്ട് ഇത് 4 എന്താണ്, ഡിവൈസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളായിരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ സൂയിസൈഡ് ബാഗ് ഓഫ് ദി സെല്ല്. അല്ലേ, എന്താണ് സൂയിസൈഡ് ബാഗ് എന്ന് പറഞ്ഞാൽ? എന്തിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ള മീനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിനകത്തുള്ള സൂയിസൈഡ് ബാഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അല്ലേ, സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് സെൽസ്. ഏതാണ്, സൈറ്റോളജി ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റോളജി ആണ് എന്തെന്ന് പറയുക, സ്റ്റഡി ഓഫ് സെൽസ് എന്നറിയപ്പെടുന്നത്. സെല്ല് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, റോബർട്ട് ഹുക്ക് ആണ് എന്ത് കണ്ടുപിടിച്ചത്, സെല്ല് കണ്ടുപിടിച്ചത്. ഇനി സെല്ലിനകത്ത് എന്തുണ്ട്, മൈറ്റോകോൺഡ്രിയ ഉണ്ട്, റൈബോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, സെല്ലിനകത്തുള്ള എന്താണ്, പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, പവർ ഹൗസ് ഓഫ് ദി സെല്ല്, സെല്ലുകളിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്, മൈറ്റോകോൺഡ്രിയ ആണ് ആൻസർ എഴുതേണ്ടത്. പക്ഷെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, സെല്ലിനകത്തുള്ള എന്താണ് സൂയിസൈഡ് ബാഗ് എന്ന് വെച്ചാൽ എന്താണ്, പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആ സെല്ലിന് എന്താണ് എനിമി ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് അതിന് ഏതെങ്കിലും ഹാർംഫുൾ ആയിട്ടോ ഒക്കെ വരുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണെങ്കിൽ സൂയിസൈഡ് ബാഗ് അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂയിസൈഡ് ബാഗ് എന്നറിയപ്പെടുന്ന ഏതിനാന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ സി ലൈസോസോം ആണ് ആൻസർ. അന്നേരം പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ് ചോദിക്കുന്നെങ്കിൽ എന്താണ്, മൈറ്റോകോൺഡ്രിയ എഴുതണം. സൂയിസൈഡ് ബാഗ് ആണ് ചോദിക്കുന്നെങ്കിൽ എന്ത് എഴുതണം, ലൈസോസോം എഴുതണം. ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്തു, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണേ? ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻ്റ് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. റെക്കോർഡ് സെക്ഷനായിട്ട് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഏതെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിനുള്ളിൽ നമുക്ക് ആ ഒരു ക്ലാസ് റെക്കോർഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ക്ലാസ്സിന് ശേഷം ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്. ആ 2 നമ്പേഴ്സിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് കോമൺ സോൾട്ട്? എന്താ പറഞ്ഞേക്ക, കോമൺ സോൾട്ടിൻ്റെ കെമിക്കൽ നെയിം താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി കാൽസ്യം കാർബണേറ്റ്, ഓപ്ഷൻ ബി സോഡിയം കാർബണേറ്റ്, ദെൻ ഓപ്ഷൻ ഡി പൊട്ടാസ്യം ക്ലോറൈഡ്. എന്താണ് ഈ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ ആയിട്ട് നമുക്ക് സോൾട്ട് ലഭിക്കുന്നത് എങ്ങനെയാണ്, ഒരു ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു ബേസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് എപ്പോഴും എന്തെന്ന് പറയുക, സോൾട്ട് എന്നറിയപ്പെടുന്നത്. ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്നത് ഏത് റിയാക്ഷൻ വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴിയാണ് എന്തെന്ന് പറയുക, നമുക്ക് ഈ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോമൺ സോൾട്ട് എന്താണ്, കോമൺ സോൾട്ട് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന അല്ലേ, കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുക, സോൾട്ട് എന്നറിയപ്പെടുക. അതിനെയാണ് എന്തെന്ന് അറിയപ്പെടുക, കോമൺ സോൾട്ട് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, റോക്ക് സോൾട്ട് എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. കോമൺ സോൾട്ട്, റോക്ക് സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ടേബിൾ സോൾട്ട് എന്നറിയപ്പെടുന്നതും ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന കറിയുപ്പാണ്. അതിൻ്റെ കെമിക്കൽ നെയിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും എൻ്റെ ആൻസർ? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, സോഡിയം ക്ലോറൈഡ് അല്ലേ, NaCl എന്നറിയപ്പെടുന്ന സോഡിയം ക്ലോറൈഡ് ആണ് കോമൺ സോൾട്ടിന് എന്തെന്നറിയപ്പെടുന്നത്, കെമിക്കൽ നെയിം എന്നും അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കോസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ്?
വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസീസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. സ്കർവി, ബെറിബെറി, റിക്കറ്റ്സ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ, 4 എന്താണ് രോഗങ്ങളാണ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. നോക്കിയേ, വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസുകളാണ് ഈ 4 അല്ലേ. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വൈറ്റമിൻ എ അല്ലേ, വൈറ്റമിൻ എ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് വൈറ്റമിൻസ് ഉള്ളത്? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നത്. അതിന് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് എപ്പോഴും ഏതിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുക നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതിനെയാണ്? നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിസീസിനും കാരണമായിട്ടുള്ളത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നോക്കാം ഏതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഡി, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് എന്തെന്ന് പറയുക? വൈറ്റമിൻ എയുടെ കുറവ് മൂലം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സിട്രസ് ഫ്രൂട്ട് അല്ലേ, ലെമൺ, ഓറഞ്ച് എന്നൊക്കെ അടങ്ങിയിട്ടുള്ള എന്താണ് വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ സി ആണ് അല്ലേ. നമുക്ക് സൺഷൈനിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റമിൻ ലഭിക്കുന്നുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. നമുക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് സൺഷൈനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അതുപോലെ തന്നെ ബോൺസ് അല്ലെ, നമ്മുടെ എല്ലുകളുടെയൊക്കെ ബലത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഇയുടെ പ്രത്യേകത എന്താണ്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അല്ലേ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതിനാണെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? വൈറ്റമിൻ ഇനെയാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസ് പഠിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബയോളജിയിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് വൈറ്റമിൻസിനകത്തും ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസീസിനകത്തും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഇമേജ് ഫോംഡ് ബൈ ആൻ പ്ലെയിൻ മിറർ ഈസ് ഓൾവേസ് അല്ലേ. നമുക്ക് പ്ലെയിൻ മിറർ ഉണ്ട്, അതുപോലെ കോൺകേവ് മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? പ്ലെയിൻ മിററിനകത്ത് നമുക്ക് ഫോം ചെയ്യുന്ന ഇമേജസ് എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻ നോക്കി. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓപ്ഷൻ ബി, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓപ്ഷൻ സി, റിയൽ ആൻഡ് ഇറക്റ്റ്. ദെൻ ഓപ്ഷൻ ഡി, വിർച്വൽ ആൻഡ് ഇൻവേർട്ടഡ്. എങ്ങനെയായിരിക്കും നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ മീൻസ് നമ്മുടെ കണ്ണിലല്ല, പ്ലെയിൻ മിററിനകത്ത് എങ്ങനെയായിരിക്കും ഇമേജസ് ഫോം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വിർച്വലും ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുക. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Which gas is filled inside an electric bulb to prolong the life of a filament? അല്ലെ, ഫിലമെൻറ്റിലെ ലൈഫ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഗ്യാസിനാണ് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് ഫില്ല് ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കി. ഓക്സിജൻ, ഹൈഡ്രജൻ, ആർഗൺ ആൻഡ് നൈട്രജൻ. ഓപ്ഷൻ ഡി, കാർബൺ ഡയോക്സൈഡ്. ഏതായിരിക്കും ആൻസർ? ഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബിനകത്ത് നമുക്കറിയാം ഇലക്ട്രിക് ബൾബ് അല്ലെ, ബൾബ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? തോമസ് ആൽവ എഡിസൺ അല്ലേ. നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. തോമസ് ആൽവ എഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ബൾബ് കണ്ടുപിടിച്ചത്. ബൾബിനകത്ത് എന്തുണ്ടെന്ന് അറിയാം നമുക്ക്? ഫിലമെൻ്റ് ഉണ്ട് അല്ലേ. ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ഏതിനകത്താണെന്ന് ചോദിച്ചാലാണെങ്കിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടങ്സ്റ്റൺ അല്ലേ. ടങ്സ്റ്റൺ ആണ് എന്ത് ചെയ്യുക? ഫിലമെൻ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ഇലക്ട്രിക് ബൾബിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ആണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആർഗൺ അല്ലെങ്കിൽ എന്താണ്? നൈട്രജൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ദ ഹെൽത്തി ഹ്യൂമൻ ബോഡി ഓൺ ദ സെൽഷ്യസ് സ്കെയിൽ? സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്തി പേഴ്സൻ്റെ അല്ലേ ബോഡി ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും? ഓപ്ഷൻ എ നോക്കി 32 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഓപ്ഷൻ ഡി 98.86 ഡിഗ്രി സെൽഷ്യസ്, 45 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നോർമൽ ബോഡി ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോർമൽ ബോഡി ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ലഭിക്കുന്നതും ലൈവ് സെക്ഷൻസിൻ്റെയൊക്കെ PDF ലഭിക്കുന്നതും നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനലാണ്. കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻസ് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെയാണ്. ബാക്കി നോക്കാം നമുക്ക്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആസിഡ് റെയിൻ ഈസ് പ്രൈമറി കോസ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഓഫ് വിച്ച് ഗ്യാസസ്? ഏത് ഗ്യാസസിൻ്റെ പൊല്യൂഷൻ കൂടുതൽ കൊണ്ടാണ് നമുക്ക് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ച് നോക്കിയിട്ട് അത് എന്ത് ചെയ്യുക, മലയാളത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അന്നേരം നോക്കി എന്താ പറഞ്ഞത്? ആസിഡ് റെയിൻ ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഓഫ് വിച്ച് ഗ്യാസ്, അല്ലെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആസിഡ് റെയിൻ ഫോം ചെയ്യാനായിട്ട് കാരണക്കാരനായിട്ടുള്ള ഗ്യാസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി, കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഓപ്ഷൻ ബി നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഓപ്ഷൻ സി ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ. ദെൻ ഓപ്ഷൻ ഡി മീഥേൻ ആൻഡ് ഓസോൺ. അല്ലേ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നോക്കി ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ ആണ് എന്ന് പറയുക കറക്റ്റ് ആൻസർ. അല്ലേ, ആസിഡ് റെയിന് കാരണമായിട്ടുള്ള എന്താണ്? ഓക്സൈഡ്സും അതുപോലെ തന്നെ സൾഫറും നൈട്രജനും ഒക്കെ, അല്ലേ. അതായത് സൾഫറിൻ്റെ ഓക്സൈഡ്സ് അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആസിഡ് റെയിന് കൂടുതലായിട്ട് കാരണമാകുന്നുണ്ട്. ഓസോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് എന്ത് ചെയ്യുക? യു വി റേസ്, സണ്ണിൽ നിന്ന് വരുന്ന നമുക്കത് ഹാംഫുൾ ആയിട്ടുള്ള യു വി റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ലെയറിനകത്ത് അറ്റ്മോസ്ഫിയർ ലെയറായിട്ട് കാണപ്പെടുന്നതാണ് ഓസോൺ എന്നറിയപ്പെടുന്നത്. ഓസോൺ എന്താണ്? O3 എന്നാണ് അറിയപ്പെടുക. ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഓസോണിനുള്ളത്, അല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോറോ ഫ്ലൂറോ കാർബൺ കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് വീഴുന്നുണ്ട്? വിള്ളൽ വീഴുന്നുണ്ട്, അല്ലെ, ഹോൾസ് വീഴുന്നുണ്ട്. ഈ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? യു വി റേസ് നമുക്ക് എന്ത് ചെയ്യുക? എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലോട്ട് എന്ത് ചെയ്യും? യു വി റേസ് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്കിൻ ക്യാൻസർ പോലുള്ള ഡിസീസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ആവുക, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ ബോഡിക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എർത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? യു വി റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ആണ് എന്തെന്ന് പറയുക? ഓസോൺ ലെയർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ ഡോണർ? എന്താണ് പറയുക? യൂണിവേഴ്സൽ ഡോണർ. ഡോണർ മീൻസ് എന്താണ്? നൽകുക, അല്ലേ. നൽകാൻ വേണ്ടി ഡോണർ ആയിട്ടുള്ളത് ആരായിരിക്കും? ഓപ്ഷൻ ബി ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ ബി പോസിറ്റീവ്. ഓപ്ഷൻ ബി O നെഗറ്റീവ്. ഓപ്ഷൻ സി A പോസിറ്റീവ്. ദെൻ ഓപ്ഷൻ ഡി B നെഗറ്റീവ്, അല്ലേ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് എപ്പോഴും ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, O ആയിട്ടുള്ള എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് O ആയിട്ടുള്ളവരാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? യൂണിവേഴ്സൽ എന്തെന്നറിയപ്പെടുന്ന ഡോണർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. എന്താണ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? സ്റ്റഡി ഓഫ് ബ്ലഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹെമറ്റോളജി, അല്ലേ. ഹെമറ്റോളജി ആണ് സ്റ്റഡി ഓഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നത്. ബ്ലഡിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താണ്? ഹെമറ്റോളജി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്ലഡിന് എന്ത് ചെയ്യുക? റെഡ് കളർ നൽകുന്ന പിഗ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഹീമോഗ്ലോബിൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് വെസൽ ക്യാരീസ് പ്യുവർ ബ്ലഡ് ഫ്രം ദ ലങ്സ് ടു ദ ഹാർട്ട്? ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് വെസൽസ് ക്യാരി പ്യുവർ, അല്ലെ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് ടു ദ ഹാർട്ട്? എന്ത് ചെയ്യുകയാണ്? നമുക്ക് എന്ത് ചെയ്യുകയാണ്? ഓക്സിജൻ കണ്ടന്റ് ഉള്ള ബ്ലഡ് വഹിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏത് വെസലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? ഓപ്ഷൻ നോക്കി, പൾമറി ആർട്ടറി. ഓപ്ഷൻ ബി പൾമറി വെയിൻസ്, വീന കവ. ദെൻ ഓപ്ഷൻ ഡി റീനൽ ആർട്ടറി. ഏതായിരിക്കും ആൻസർ നമുക്ക് വരുന്നത്? ഏതാണ്? പൾമണറി വെയിൻസ് ആണ് എന്ത് ചെയ്യുക? ഓക്സിജൻ റേറ്റ് മീൻസ് എന്തായാലും ഓക്സിജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? പൾമണറി വെയിൻസ് ആണ് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതാണ്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ വാഷിംഗ് മെഷീൻ, ഡ്രയർ ഓർ എ ക്രീം സെപ്പറേറ്റർ? അല്ലെ, ക്രീം സെപ്പറേറ്ററിനകത്തോ അതുപോലെ ഡ്രയറിനകത്തോ അതുപോലെ തന്നെ എന്താണ് വാഷിംഗ് മെഷീനകത്തോ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചിട്ടാണ്? ഓപ്ഷൻ നോക്കി, സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദെൻ ഓപ്ഷൻ ഡി ഫ്രിക്ഷണൽ ഫോഴ്സ്. 4 ടൈപ്പ് ഫോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഓപ്ഷനായിട്ട് കണ്ടേക്കുന്നത്. ഈ 4 ടൈപ്പ് ഫോഴ്സിനകത്ത് ഏത് ഫോഴ്സ് അല്ലെങ്കിൽ ഏത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്യുക വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം ഏതാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് എന്താണ്? ഫ്രണ്ടിലോട്ടാണ് നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ, അല്ലേ, ഒപ്പോസിങ് ആണ്. എന്ത് ചെയ്യും? അതിന് എതിർവശത്തോട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്?
ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറിയാം, എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വസ്തുക്കളിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്തെന്ന് പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. എന്നിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആൻസർ വരിക, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മെറ്റൽ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം മെറ്റൽസിനെല്ലാം എന്തുണ്ട്, ഇലക്ട്രിസിറ്റിയെ അല്ലെങ്കിൽ എന്താണ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അല്ലേ. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, തന്നിരിക്കുന്ന ഓപ്ഷനും എന്ത് തന്നെയാണ്, എല്ലാം മെറ്റൽസ് തന്നെയാണ്. കോപ്പർ മെറ്റലാണ്, ഗോൾഡ് മെറ്റലാണ്, സിൽവർ മെറ്റലാണ്, അലൂമിനിയം മെറ്റലാണ്. ഇത് നാലും എന്താണ്, മെറ്റൽസ് ആണ്. പക്ഷെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ നാലെണ്ണത്തിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റലാണ് ചോദിച്ചേക്കുക അല്ലേ. ഓപ്ഷൻ നോക്കിയേ, കോപ്പർ ആണോ, ഗോൾഡ് ആണോ, സിൽവർ ആണോ, അലൂമിനിയം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തെറ്റിപ്പോകരുത്, നമ്മുടെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കണം. ഏതിനാണ്, സിൽവർ, വെള്ളിക്കാണ് എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ എന്തിനുള്ള കഴിവ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ അല്ലേ. രണ്ടാം സ്ഥാനമാണ് ആർക്കെന്ന് അറിയപ്പെടുന്നത്, കോപ്പറിന് അല്ലേ. സെക്കൻഡ് പ്ലേസ് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം എഴുതേണ്ടത്, കോപ്പറിനാണ് രണ്ടാം സ്ഥാനം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് സിൽവറിനാണ് നമുക്ക് അറിയാൻ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, നമ്മളല്ലേ ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കോപ്പറാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സിൽവറിന് ഇച്ചിരി കോസ്റ്റ്ലി ആണ് അല്ലേ, വില കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് പ്ലേസ് ആയിട്ടുള്ള കോപ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണ്. എന്നിട്ട് നോക്കിയേ, എർത്ത് ക്രസ്റ്റിൽ എന്താണ് മോസ്റ്റ് അബഡൻ്റ് ആയിട്ട് കാണപ്പെടുന്ന മെറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, അലൂമിനിയം എഴുതണം അല്ലേ. അലൂമിനിയം ആണ് മോസ്റ്റ് അബഡൻ്റ് മെറ്റൽ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ പ്രൈമറി കോൺസ്റ്റന്റ് ഓഫ് ബയോഗ്യാസ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് അല്ലേ. നാച്ചുറൽ ഗ്യാസിനകത്തും ബയോഗ്യാസിനകത്ത് എന്ത് ചെയ്യുക, കാണപ്പെടുന്ന കണ്ടന്റ്, ഏറ്റവും നല്ല രീതിയിൽ കാണപ്പെടുന്ന കണ്ടന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ എ ബ്യൂട്ടൈൻ, ഓപ്ഷൻ ബി പ്രൊപ്പൈൻ, ഓപ്ഷൻ സി മീതൈൻ, ദെൻ ഓപ്ഷൻ ഡി ഈതൈൻ അല്ലേ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് നാച്ചുറൽ ഗ്യാസ് അല്ലേ, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ബയോഗ്യാസ്, അതുപോലെ തന്നെ എന്താണ് ഗോബർ ഗ്യാസ്. ഇതിനകത്തൊക്കെ മെയിൻ കണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്, ഓപ്ഷൻ സി ഏതാണ്, മീതൈൻ ആണ് അല്ലേ. ചതുപ്പ് പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് അടിക്കുന്നുണ്ട് അല്ലേ, ആ സ്മെല്ലിന് കാരണമായിട്ടുള്ള ഗ്യാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, മാർഷ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. അതിന് പറയുന്ന പേരാണ് മാർഷ് ഗ്യാസ് അല്ലേ. മാർഷ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്, മീതൈൻ ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ സഡൻ ഫോൾ ഇൻ എ ബാരോമീറ്റർ റീഡിംഗ് ഇൻഡിക്കേറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അല്ലേ. എന്താ പറഞ്ഞേക്കുക, സഡൻ ഫോള് അല്ലേ. ബാരോമീറ്ററിൻ്റെ സഡൻ ഫോള് എന്തിനെയാണ് നമുക്ക് സൂചിപ്പിക്കുക അല്ലേ. നമുക്ക് എന്താണ് കൂടുതലായിട്ട് എന്താണ് പ്രഷറോ അല്ലെങ്കിൽ എന്താണ് ചോദിക്കുക എന്നുള്ളതാണ്. നോക്കി, ദ സഡൻ ഫോൾ ഇൻ എ ബാരോമീറ്റർ റീഡിംഗ് ഇൻഡിക്കേറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻ നോക്കിയേ, ഫെയർ വെതർ, then option B stormy weather, then option D heavy rainfall, option D extremely cold weather അല്ലേ. ഏത് വെതർ അല്ലെ ഏത് കണ്ടീഷനാണ് എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്, സ്റ്റോമി വെയർ ആണ്. ഓപ്ഷൻ ഏതാണ്, സ്റ്റോമി വെതർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, തെറ്റിപ്പോകരുത്. അന്നേരം എന്താണ്, സഡൻ ഫോൾ ആണ് ചോദിച്ചത്. സഡൻ ഫോൾ ഇൻ എ ബാരോമീറ്റർ, അറ്റ്മോസ്ഫിയർ പ്രഷർ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബാരോമീറ്റർ. ഈ ബാരോമീറ്ററിൻ്റെ സഡൻ ആയിട്ടുള്ള ഫോൾ എന്തിന് കാരണമാണെന്ന് ചോദിച്ചാൽ എന്താണ്, സ്റ്റോമി വെതറിന് കാരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഗ്ലാൻഡ് ഈസ് ദ ഹ്യൂമൻ ബോഡി ഈസ് നോൺ ആസ് ദി മാസ്റ്റർ ഗ്ലാൻഡ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്. ഓപ്ഷൻ നോക്കി, തൈറോയ്ഡ് ഗ്ലാൻഡ്, ഓപ്ഷൻ ബി അഡ്രിനൽ ഗ്ലാൻഡ്, ഓപ്ഷൻ സി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദെൻ ഓപ്ഷൻ ഡി പാൻക്രിയാസ് അല്ലെ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്, നമ്മുടെ ഗ്ലാൻഡുകളിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പാൻക്രിയാസ് എന്താണ്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, പാൻക്രിയാസ് ആണ് എന്തെന്ന് പറയുക, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്,
തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് എന്ത് ചെയ്യുക, വീക്കം വരുന്നതാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, ഗോയിറ്റർ എന്നറിയപ്പെടുന്നു അല്ലേ. ഗോയിറ്റർ എന്ന് പറഞ്ഞ ഡിസീസ് തൈറോയ്ഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന വീക്കമാണ്. ഇത് എന്ത് ഡെഫിഷ്യൻസി മൂലമാണെന്ന് ചോദിച്ചാൽ ഏതാണ് അയോഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ് എന്തെന്നറിയപ്പെടുക, എന്താണ് ഗോയിറ്റർ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് വൈറ്റ് ലൈറ്റ് ഇൻറ്റു 7 കളേഴ്സ് ത്രൂ എ പ്രിസം കോൾഡ്? ഒരു പ്രിസത്തിനകത്തൂടെ വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുമ്പോൾ 7 ഘടകവർണ്ണങ്ങളായിട്ട് മാറിയിട്ടുള്ളത് ഏത് ഫിനോമിന വെച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഓപ്ഷൻ എ റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി റിഫ്രാക്ഷൻ, ഓപ്ഷൻ സി ഡിസ്പേർഷൻ, ദെൻ ഓപ്ഷൻ ഡി സ്കാറ്ററിങ്. 4 എന്താണ്? ലൈറ്റിൻ്റെ പ്രതിഭാസങ്ങളാണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 7 കളേഴ്സ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത് ഏത് പ്രോസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഡിസ്പേർഷൻ ആണ് ആൻസർ കേട്ടോ. ഏതാണ്? ഡിസ്പേർഷൻ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ആണ് അല്ലേ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ്, തിരിച്ചു വരിക, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റിഫ്ലക്ഷൻ ആണ്. ബെൻഡിങ് ഓഫ് ലൈറ്റ് അല്ലേ, ലൈറ്റിൻ്റെ ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? റിഫ്രാക്ഷൻ ആണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റും, റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് ഓഫ് ലൈറ്റും ആണ്. ഇനി നോക്കിയാൽ സ്കാറ്ററിങ് അല്ലേ, നമ്മുടെ സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? സൺറൈസിനും സൺസെറ്റിനൊക്കെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? റെഡിഷ് ഓറഞ്ച് കളറിൽ നമ്മുടെ സ്കൈ കാണപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്കാറ്ററിങ് ആണ്. എന്നിട്ട് നോക്കിയാൽ 7 കളേഴ്സ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ഡിസ്പേർഷൻ ആണ്. എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻ ആണ്. ബെൻഡിങ് ഓഫ് ലൈറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? റിഫ്രാക്ഷൻ ആണ്. ക്ലിയർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആസിഡ് ഈസ് പ്രസൻറ്റ് ഇൻ ആൻ ആൻഡ് സ്റ്റിങ് അല്ലേ. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. ഇത് നോക്കി, ഈ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ആസിഡാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ, സിട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ഫോർമിക് ആസിഡ്, ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്, ദെൻ ഓപ്ഷൻ ഡി ടാറ്റാറിക് ആസിഡ്. 4 ആസിഡ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ് അല്ലെങ്കിൽ എന്താണ്? വാസ്പ് മീൻസ് എന്താണ്? കടന്തൽ. ഹണി ബി അല്ലേ, ഹണി ബി എന്ന് വെച്ചാൽ എന്താണ്? തേനീച്ച അല്ലേ, തേനീച്ച, കടന്തൽ. അതുപോലെ ഉറുമ്പൊക്കെ കടിക്കുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ നീറ്റൽ അനുഭവപ്പെടാൻ കാരണമായിട്ടുള്ളത് ഏത് ആസിഡിൻ്റെ പ്രസൻസ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫോർമിക് ആസിഡിൻ്റെ പ്രസൻസ് ആണ്. ഫോർമിക് ആസിഡിനെ പറയുന്ന മറ്റൊരു പേരാണ് മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നു അല്ലേ. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെമണിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സിട്രിക് ആസിഡാണ്. പാലിനകത്ത് അല്ലേ, മിൽക്കിനകത്ത്, അതുപോലെ തന്നെ എന്താണ്? കേടിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലാക്റ്റിക് ആസിഡ് ആണ്. എന്നിട്ട് നോക്കി, ടാറ്റാറിക് ആസിഡ് ആയതാണ്? ടാമറിൻഡ് അല്ലേ. ടാമറിൻഡിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് എന്തെന്ന് അറിയപ്പെടുക? ടാറ്റാറിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ് ഷോർട്ട് സൈഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്ന കണ്ണിൻ്റെ ഒരു സൈസ് എന്താണ്? രോഗമാണ് അല്ലെങ്കിൽ എന്താണ്? ഫിനോമിനയാണ്. ഇതിന് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി, കോൺവെക്സ് ലെൻസ്, ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ്, ഓപ്ഷൻ സി ബൈഫോക്കൽ ലെൻസ്, ദെൻ ഓപ്ഷൻ ഡി സിലിണ്ട്രിക്കൽ ലെൻസ്. 4 ലെൻസുകളുടെ പേര് തന്നിട്ടുണ്ട്. ഈ ലെൻസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ലെൻസാന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി കോൺകേവ് ലെൻസാണ്. നമ്മൾ എന്ത് ചെയ്യുക? മയോപ്പിയയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ മയോപ്പിയ എന്ത് ചെയ്യണം, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോൺകേവ് ലെൻസാണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണെന്ന് നോക്കിയേ. റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുക? റസ്റ്റിംഗ് ഓഫ് അയൺ കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ. അതായത് പുതിയ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുകയാണ്. അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന എന്താണ്? പുതിയ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ നോക്കി, റിഡക്ഷൻ, ഓപ്ഷൻ ബി ഓക്സിഡേഷൻ, ഓപ്ഷൻ സി പോളിമറൈസേഷൻ, ദെൻ ഓപ്ഷൻ ഡി ഡിസ്പ്ലേസ്മെൻറ്റ്. 4 തരത്തിലുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനാണ്, പുതിയ പ്രോഡക്റ്റാണ് അവിടെ ഫോം ചെയ്യുന്നത്. എന്നിട്ട് നോക്കി എന്തായിരിക്കും ആൻസർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ ആണ്. അതായത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? അയൺ ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. അന്നേരം എന്താണ്? ഓക്സിജൻ്റെ പ്രസൻസിൽ അയൺ എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻ നടന്ന് എന്ത് ചെയ്യുക? പുതിയ പ്രോഡക്റ്റായിട്ട് അയൺ ഓക്സൈഡായിട്ട് മാറുന്നത്. അങ്ങനെ ആ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന
പേരാണ് ഓക്സിഡേഷൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, വാട്ട് ഈസ് ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്? എർത്തിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി അല്ലെ, പുറത്തു പോകാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെലോസിറ്റി യൂസ് ചെയ്യുന്നത്, അതിനാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് അറിയപ്പെടുന്നത്, ആ വലയത്തിനുള്ളിൽ നിന്ന് അല്ലേ. ഈ എസ്കേപ്പ് വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്, എർത്ത് സർഫസിൽ കാണപ്പെടുന്ന എന്താണ് അറിയപ്പെടുന്നത്, എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് അറിയപ്പെടുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി 11.2 km/s ആണ് എന്തെന്നറിയപ്പെടുക, എസ്കേപ്പ് വെലോസിറ്റി എന്നറിയപ്പെടുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 9.8 m/s² ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് അല്ലേ. 9.8 m/s² ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് എലമെന്റ് ഈസ് കോമൺ ടു ഓൾ ആസിഡ്സ്? എല്ലാ ആസിഡ്സിനകത്തും കാണപ്പെടുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? നമുക്കെല്ലാം അറിയാം എന്താണ്? HCl അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3 നൈട്രിക് ആസിഡ്, H2SO4 ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഇതിനകത്ത് എല്ലാം കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ആരെന്ന് പറയുക? ഹൈഡ്രജൻ എന്നുള്ളത് അല്ലേ. എന്നിട്ട് നോക്കി, എല്ലാ ആസിഡ്സിനകത്തും ഓൾമോസ്റ്റ് എല്ലാ ആസിഡ്സിനകത്തും മെയിൻ കണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എത്ര എഴുതേണ്ടത്? ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തിരിഞ്ഞു പോകരുത്. നമുക്ക് സിമ്പിൾസ് അറിയാം, നമുക്ക് HCl എന്ന് അറിയപ്പെടാം, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് അല്ലെ. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ആസിഡാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. കാർ ബാറ്ററീസിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. കാർ ബാറ്ററീസിൽ, കാറിൻ്റെ ഇൻവേർട്ടേഴ്സിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫില്ല് ചെയ്യുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ്? സൗണ്ട് ട്രാവൽ ചെയ്യാത്ത, കനോട്ട് ആണ് അല്ലേ, സൗണ്ട് ട്രാവൽ ചെയ്യാത്തത് ഏത് മീഡിയത്തിലൂടെയാണ്? ഓപ്ഷൻ നോക്കി, വാട്ടർ, സ്റ്റീല്, എയർ, വാക്വം. സൗണ്ട് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. ഫസ്റ്റ് പോയിന്റ് അത് അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു മീഡിയം എന്താണ്? അത്യാവശ്യമാണ് സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രതലത്തിൽ ചെന്ന് സൗണ്ട് തട്ടി എന്ത് ചെയ്യണം? തിരിച്ച് ബൗൺസ് ചെയ്ത് വരണം, വന്ന് നമുക്ക് എന്ത് ചെയ്യുക? ചെവിയിൽ കേൾക്കുക അല്ലേ. കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും? സെൻസേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അന്നേരം എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഒരു മീഡിയമാണ്, സ്റ്റീൽ ഒരു മീഡിയമാണ്, എയർ ഒരു മീഡിയമാണ്, വാക്വം എന്താണ്? ശൂന്യത അല്ലേ. അവിടെ മോളിക്യൂൾസ് ഇല്ല, അവിടെ ശൂന്യതയാണ്. ഒരിക്കലും വാക്വത്തിലൂടെ എന്ത് ചെയ്യത്തില്ല? സൗണ്ട് ട്രാവൽ ചെയ്യത്തില്ല. അതുകൊണ്ട് പ്രീവിയസ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. സൗണ്ട് ട്രാവൽ ചെയ്യാത്ത മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ വാക്വമാണ് സൗണ്ട് ട്രാവൽ ചെയ്യാത്ത മീഡിയം. പക്ഷെ വാക്വത്തിനൊരു പ്രത്യേകതയുണ്ട്. ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? വാക്വമാണ് എഴുതേണ്ടത്. വാക്വത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ 3 × 10⁸ m/s വേഗതയിൽ അല്ലെ, 3 × 10⁸ m/s വേഗതയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വാക്വത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ്. ഈ ഒരു കൺസെപ്റ്റ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. സ്റ്റഡി ഓഫ് സൗണ്ട് ആണെങ്കിൽ എന്താണ്? അക്വാസ്റ്റിക്സ് ആണ് അല്ലേ. അക്വാസ്റ്റിക്സ് ആണ് സ്റ്റഡി ഓഫ് സൗണ്ട് എന്നറിയപ്പെടുന്നത്. ഓഡിബിൾ റേഞ്ച് ഉണ്ട്. എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള സൗണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക? ഓഡിബിൾ റേഞ്ച് എന്നറിയുമ്പോൾ ഹ്യൂമൻ ബീൻസിന് കേൾക്കാൻ പറ്റുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള സൗണ്ടാണ്. 20 ഹെർട്സിന് താഴെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട് അല്ലേ. 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ എന്താണ്? അൾട്രാസോണിക് സൗണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. സൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രി ഫിസിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഒന്ന് സൗണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് അല്ലേ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ ഒക്കെ വരുന്ന ആ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which pigment gives green color to plant leaves and helped in photosynthesis? ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഗ്രീൻ കളറുള്ള പിഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ പ്ലാന്റ്സിൻ്റെ ഫുഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ആൻസർ എഴുതുക? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ, ഓപ്ഷൻ സി മെലാനിൻ, ദെൻ ഓപ്ഷൻ ഡി കറോട്ടിനോയിഡ്. നോക്കി ഏതാണെന്ന് നോക്കിയേ. ഹീമോഗ്ലോബിൻ എന്താണ്? ബ്ലഡിന് കളർ നൽകുന്ന പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ.
ക്ലോറോഫിൽ എന്താണ്? ഗ്രീൻ ലീഫിന് അല്ലേ, ഗ്രീൻ ലീഫിന് പച്ച നിറം നൽകുന്നത്. നമുക്കറിയാം എന്താണ്, പ്ലാന്റ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൺലൈറ്റിൻ്റെ പ്രസൻസ് വേണം, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, അതുപോലെ തന്നെ എന്താണ്, ക്ലോറോഫിൽ വേണം. അന്നേരം ഗ്രീൻ കളർ പിഗ്മെൻ്റ് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ക്ലോറോഫിലിനാണ്. മെലാനിൻ എന്താണ്? നമ്മുടെ മുടിക്ക്, നമ്മുടെ ബോഡിക്ക് അല്ലെ കൃഷ്ണമണിക്കൊക്കെ എന്ത് ചെയ്യുന്നു, കറുപ്പ് കളർ നൽകുന്ന സബ്സ്റ്റൻസ് പിഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുക? മെലാനിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോമുല ഓഫ് ഡ്രൈ ഐസ്? അല്ലേ, ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നതിൻ്റെ കെമിക്കൽ ഫോമുലയാണ് താഴെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ, സോളിഡ് നൈട്രജൻ, ഓപ്ഷൻ ബി സോളിഡ് ഹൈഡ്രജൻ, ദെൻ ഓപ്ഷൻ ഡി സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ലിക്വിഡ് ഹീലിയം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് കെമിക്കൽ ഫോമുല ഓഫ് ഡ്രൈ ഐസ്? ഡ്രൈ ഐസിൻ്റെ കെമിക്കൽ ഫോമുല ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്. ഏതാണ്? സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, 25 ക്വസ്റ്റ്യൻസും നമുക്ക് മുൻവർഷങ്ങളിൽ പ്രീവിയസ് ആയിട്ട് നമുക്ക് എയർഫോഴ്സ് വൈക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബയോളജിയിൽ നിന്നും ക്വസ്റ്റ്യൻ, വൈറ്റമിൻസിനകത്ത് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഫിസിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഡിനകത്ത് നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് മെത്തേഡിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോകണം അല്ലേ. ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിച്ചു പോകണം. എയർഫോഴ്സ് വൈഡൊക്കെ എന്താണ് നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡിങ് ഡേറ്റിന് മുമ്പ് എല്ലാവരും ഫില്ല് ചെയ്യണം. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഫോം ഫില്ലിംഗ് നടത്തണം അല്ലെ. മിസ്റ്റേക്ക് ഒന്നും കൂടാതെ എന്ത് ചെയ്യുക, ഫോം ഫില്ലിംഗ് കാര്യങ്ങളും ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി അല്ലേ, നമുക്കറിയാം സിലബസ് അറിഞ്ഞ്, അതുപോലെ തന്നെ സിലബസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത്, ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഒരു മെത്തേഡിൽ പഠിച്ചു പോകണം. സെപ്റ്റംബർ 22-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഡേറ്റ് വരുന്നത്. കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ഈ ടൈം ഡ്യൂറേഷനിലുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ പോർഷൻസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതണക്കുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.